സർവമായ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പാച്ചുവും അത്ഭുത വിളക്കിന് ശേഷം നമ്മുടെ അഖിൽ സത്യന്റെ ഒരു ഫാന്റസി കോമഡി മൂവി, ഹൊറർ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഹൊററൊന്നുമില്ല, നല്ലൊരു പടമാണ്. സ്റ്റാർ കാസ്റ്റ് കുറച്ചുണ്ട്, ഫൺ പാക്ക് പടമാണ്. ഒരു ക്രിസ്മസ് വെക്കേഷന് കണ്ടിരിക്കാൻ ഫാമിലി ആയിട്ട് വന്ന് കയറാവുന്നൊരു പടമാണ്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഓൾമോസ്റ്റ് പടം മൊത്തത്തിൽ തന്നെ ഒരു കോമഡി ലൈനിലാണ് പോകുന്നത്. നിവിൻ പോളി ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ജനാർദ്ദനൻ ചേട്ടന് നല്ല റോളുണ്ട്, പിന്നെ 2 നായികമാരുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട്. മധു വാര്യർ നിവിൻ പോളിയുടെ ചേട്ടൻ്റെ റോള് ചെയ്യുന്നുണ്ട്. 2 ഗസ്റ്റ് അപ്പിയറൻസുകളുണ്ട്, പ്രിയ വാര്യറുണ്ട്, പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രനുണ്ട്, അൽതാഫ് സലീമിനൊരു ചെറിയ റോളുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടു പരിചയിച്ച കുറേ മുഖങ്ങൾ. പിന്നെ നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിൻ്റെ ആ ഒരു എന്നാ പറയുക തനതായ കോമഡി പരിപാടികൾ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു കൂട്ടുകെട്ട് വരുമ്പോൾ തന്നെ സിനിമയ്ക്ക് ഒരു വേറൊരു വൈബാണ്. ആദ്യത്തെ ഒരു 45 മിനിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഫിലിം ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു 45-ന്റെ ആ ഒരു ഫിലിം നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി കോമഡിയൊക്കെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഒരു ഇന്റർവെല്ലിന് ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ ഒന്ന് ഡൗൺ, ഫിലിമിൽ നിന്നൊരു ഡൗൺ എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്തേക്ക് ഫിലിം ആ മൊമെന്റം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ഈ പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ ക്യാരക്ടർ വരുന്നു. വലിയ പേടിപ്പിക്കുന്ന സംഭവമൊന്നുമല്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവം. അതെ, അന്നേരം ആ മൊമെന്റം പോയി. കോമഡിയിൽ നിന്ന് പെട്ടെന്ന് ഇതിന് വേറൊരു സംഭവം വന്നു. പിന്നെ സെക്കൻഡ് ഹാഫും സ്റ്റാർട്ടിങ്ങിൽ, അതെ, ഫസ്റ്റ് ഹാഫിന്റെ പ്രശ്നം നമ്മളിങ്ങനെ ഹൈ ആയിട്ട് നല്ല കോമഡി ചിരിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് ചേഞ്ച് ആയിട്ട് ഇച്ചിരി ഒന്ന് ഡൗൺ ആവില്ല, ഒന്ന് നോർമലായി വരുന്നൊരു സംഭവത്തിലാണ് ഇന്റർവ്യൂ വരുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ അതേ നോർമലി നമുക്ക് സെക്കൻഡ് ഹാഫിന്റെ അകത്ത് ഒരു ഹൊറർ ക്യാരക്ടർ നമ്മുടെ ഒരു ഫിലിമിന്റെ അകത്ത് വരുമ്പോഴേക്കും അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. നോർമലി നമ്മൾ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഏത് രീതിയിലായിരിക്കും ആ ഒരു ഹൊറർ ക്യാരക്ടർ മരിക്കുന്നത്, അത് പല സിനിമയ്ക്കകത്തും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതിനകത്ത് ഇംപ്ലേസ് ചെയ്തെങ്കിൽ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഒരു ക്ലീശ, അങ്ങനെ പല ക്ലീശകളുണ്ട്. ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ ഒരുപാട് കൂടുതൽ ഓവർ ഡ്രാമാറ്റിക് ആക്കാൻ ശ്രമിച്ചതുപോലെ പാട്ടൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ഡ്രാമാറ്റിക് ആക്കാൻ ശ്രമിച്ചാക്കിയതുപോലെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ നമ്മൾ കീറി മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് കയറി കണ്ടാൽ ഇഷ്ടപ്പെടാവുന്ന ഒരു ഫാമിലി മൂവിയാണ്. ആക്ടിങ്ങിന്റെ കാര്യമൊന്നും പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. നിവിൻ പോളിയൊക്കെ സംബന്ധിച്ച് പുള്ളിയുടെ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്, കോമഡിയാണ് ചെയ്യുന്നത്. അജു വർഗീസ് അതേപോലെ തന്നെ, അജു വർഗീസ് ഒക്കെ അടിച്ച് തകർത്തിട്ടുണ്ട് പടം. അങ്ങനെ എടുത്തു പറയാനും മാത്രം പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് തന്നെയാ. ആക്ട്രസിനെ മറ്റേ റിയ ഷിബു പുള്ളിക്കാരി ഒരു കൊള്ളാം, അടിപൊളി എല്ലാ ആക്ടിങ്ങും ഒക്കെ സംഭവമൊക്കെ. ക്രിസ്മസിന് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു മക്കൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ആയിട്ടാണ് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഒരു 1 ടൈം വാച്ചബിൾ നല്ലൊരു കോമഡി മൂവി. പിന്നെ അങ്ങനെ വലിയ സംഭവം അല്ലെ, അങ്ങനെ ഒരു എന്താ പറയുന്നത് ട്രെൻഡ് ആകുന്ന അങ്ങനെ സംഭവം നോർമൽ മൂവി അല്ല, അങ്ങനെയല്ല. ശരിക്കും അഖിൽ സത്യന്റെ ആ ഒരു പടം പോലെ, അതായത് പാച്ചും അത്ഭുതമൊക്കെ കണ്ടവർക്കറിയാം, അതങ്ങനെ ഒഴുകി പോകുന്നൊരു ഒരു രീതി. പിന്നെ അതിനെ സംബന്ധിച്ച് എനിക്ക് അതുമായിട്ട് തോന്നിയത് ഈ പാച്ചു അത്ഭുതമൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു മൊമെന്റത്തിൽ ഇങ്ങനെ പോകുന്നൊരു നോർമൽ പടമാണ്. കേറ്റവർക്കുണ്ട്. അതാണ് ഹാഷിം പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് ഇരിക്കുമ്പോൾ ഇതൊരു സംഭവം. ഇടയ്ക്ക് നീ പറഞ്ഞ പോലെ ആ ഒരു സെക്കൻഡ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്ന അവര് എന്തിനാ വന്നതെന്ന് എനിക്കൊരു ഫീല് ഈ ഒരു കഥയ്ക്ക്. ചില ക്യാരക്ടറുകൾ അങ്ങനെ നമുക്ക് തോന്നും. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഗസ്റ്റ് റോളുകൾ ഇച്ചിരി കോമഡി എലമെന്റിന് വേണ്ടി വന്നതായി. അതെ, നമ്മുടെ അൽഫോൺസ് നിവിനും അജുവും ഒക്കെ ഉണ്ടെങ്കിൽ അൽഫോൺസ് വേണമെന്നൊരു നിയമം നമുക്കിപ്പോ ഉണ്ടല്ലോ, അതുപോലൊക്കെ തന്നെ. അതുപോലെ പ്രിയ വാര്യറാണെങ്കിലും ഇച്ചിരി ഒരു കോമഡി ആ ഒരു സീനിന്റെ ഒരു എലവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ തിയേറ്ററിന്റെ അകത്ത് ചിരിയുണ്ട്. ഈ സിനിമ ചിരിയുണ്ട്. മ്യൂസിക് ഒക്കെ ആണെങ്കിലും ഓക്കെയാണ്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്. പാലക്കാട് കാണിക്കുന്നുണ്ട്, മുംബൈ കാണിക്കുന്നുണ്ട്, കുട്ടിക്കാനം ഏരിയ കാണിക്കുന്നുണ്ട്, കൊച്ചി മറൈൻ ഡ്രൈവ് വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പടമാണ്, ഓക്കെയാണ്. പിന്നെ
അവസാനം പെട്ടെന്ന് കൊണ്ടൊരു വലിയ ഒരു അതെ ക്ലൈമാക്സ് ഒക്കെ ഒരു ഇച്ചിരി അതാ പറഞ്ഞു ഓവർ ഡ്രാമാറ്റിക് ആണ്. അതെ അതെ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോ അങ്ങനെ ചെറിയ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ അതെ എന്തുകൊണ്ടും നിവിൻ പോളിയുടെ നല്ലൊരു സിനിമയാണ്. കാണാം, എൻജോയ് ചെയ്യാം. അതെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ് സർവ്വമായ.